ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നറിയേണ്ടതെല്ലാം നമുക്ക് അറിഞ്ഞു തന്നെ പോകാം. ക്ലാസ്സിലേക്ക് കിടക്കാം. വിത്തിട്ട് വിവാദം. അപ്പൊ നമുക്കിതൊന്നും വേണ്ട, നമുക്ക് വിവാദങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാതെ നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം, അതായത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചടങ്ങാണ്. എന്താണെന്നൊന്നും പറയുന്നില്ല, നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രം പറയാം. വാർത്ത വായിക്കുന്നവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്കിവിടെ വേണ്ടത് നിലവിലെ സംസ്ഥാന കൃഷി മന്ത്രിയാണ്. ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൃഷി മന്ത്രി പി പ്രസാദ്. ആരാണ്? പി പ്രസാദ്. പി പ്രസാദ് ആണ് നമ്മുടെ നിലവിലെ സംസ്ഥാന കൃഷി മന്ത്രി എന്ന് പറയുന്നത്. ആരാണ്? പി പ്രസാദ്. പി പ്രസാദ് ആണ് കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി. ആരാണ്? പി പ്രസാദ്. കൂടാതെ നമ്മുടെ ഗവർണർ ആരാണ്? രാജേന്ദ്ര ആർലേക്കർ. നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്. രാജേന്ദ്ര ആർലേക്കർ. പി സദാശിവം മാറിയത് അറിയാത്തവരും കൂടി അറിയുക. ഇപ്പോ പി സദാശിവമല്ല, രാജേന്ദ്ര ആർലേക്കർ ആണ് കേരള സംസ്ഥാന ഗവർണർ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? പി പ്രസാദ്. ആരാണ്? പി പ്രസാദ്. SAT സൊസൈറ്റിക്ക് വിവരാവകാശ നിയമം ബാധകമെന്ന് വിവരാവകാശ കമ്മീഷൻ. ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, SAT സൊസൈറ്റിക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. അതായത് നമുക്കറിയാം, വിവരാവകാശ നിയമം ബാധകമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതാണ്? എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കൂടാതെ സർക്കാർ ഉടമസ്ഥതയിലുള്ള, അതാണ് പൊതുമേഖലാ സ്ഥാപനം. കൂടാതെ എന്താണ്? സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതുമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? വിവരാവകാശ കമ്മീഷന്റെ കീഴിൽ വരുന്നത്. അത് കുറച്ചൊക്കെ നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചിലതൊക്കെ ഒഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ വിവരാവകാശ കമ്മീഷൻ നിയമത്തിന് കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ SAT സൊസൈറ്റിയെ വിവരാവകാശ നിയമ ബാധകമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഇതുവരെ അവിടെ ബാധകമല്ല എന്ന് അവർ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ എന്താണ് ഈ സൊസൈറ്റിക്ക് പറ്റിയതെന്ന് നമുക്ക് നോക്കാം. ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റി. എന്താണ്? ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഈ സൊസൈറ്റി വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പൊതു സ്ഥാപനം എന്നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു വിവരാവകാശ കമ്മീഷനിൽ ഒരാൾ ഒരു പരാതി കൊടുത്തു, ഒരു വിവരം അറിയുന്നതിന് വേണ്ടിയിട്ട്. പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്ന മറുപടി, ആ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന മറുപടി എന്തായിരുന്നു? ഇത് വിവരാവകാശ കമ്മീഷന് കീഴിൽ വരുന്ന സ്ഥാപനമല്ല എന്നാണ് അവിടെ നിന്ന് വന്ന മറുപടി. അവരതിനെതിരെ പ്രതികരിക്കുകയും അതിനെതിരെ കേസിന് പോവുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രസ്താവന വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വിവരാവകാശന്റെ പരിധിയിൽ വരില്ല എന്നവർ പറയുന്നതെന്ന് വെച്ചാൽ, ഹെൽത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇതൊരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഇത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നായിരുന്നു ഇതിന്റെ മറുപടി. എന്നാൽ ഇതിന്റെ പ്രത്യേകത, ഈ സൊസൈറ്റിയുടെ പ്രത്യേകത എന്തായിരുന്നു? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ചെയർമാനും SAT ആശുപത്രി സൂപ്രണ്ട് ഈ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറിയുമാണ്. കൂടാതെ സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥനും അവിട്ടം തിരുനാൾ ആശുപത്രിയിലെ 3 വകുപ്പ് തലവന്മാരും സെക്രട്ടറിയും ഉൾപ്പെടെ 7 സർക്കാർ ജീവനക്കാരും തിരഞ്ഞെടുക്കപ്പെടുന്ന 4 അംഗങ്ങളും ഉൾപ്പെടുന്ന 11 അംഗ സമിതിക്കാണ് ഭരണ ചുമതല. അതായത് സർക്കാർ ശമ്പളം കൈപ്പറ്റുന്നവരാണ് ഇവിടെ ഭരണ ചുമതലയിൽ ഇരിക്കുന്നത്. കൂടാതെ ഉള്ളൊരു കാര്യം, സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ സൗകര്യങ്ങളെല്ലാം വാടകയില്ലാതെ ഉപയോഗിക്കുന്ന പൊതുസ്ഥാപനമാണിത്. എന്താണ്? സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. വാടകയില്ല, കറണ്ട് ബില്ലില്ല, വെള്ളത്തിന് ബില്ലില്ല, ഇതൊന്നുമില്ലാതെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പൊ തീർച്ചയായും എന്തിന്റെ കീഴിൽ വരും? സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന ഏതൊരു സ്ഥാപനവും വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് SIT സൊസൈറ്റിക്ക് വിവരാവകാശ നിയമം ബാധകമെന്ന് പറഞ്ഞത്. ആദ്യകാല ചലച്ചിത്ര സംവിധായകൻ കബീർ റാവുത്തർ അന്തരിച്ചു. അപ്പൊ നമുക്ക് ചോദ്യം വരാം, അടുത്തിടെ അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ ആരാണ്? കബീർ റാവുത്തർ. ആരാണ്? കബീർ റാവുത്തർ. അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ഹിന്ദി സിനിമയാണ് ഏത്?
ലുബ്ന. എന്താണ്? ലുബ്ന എന്ന ഹിന്ദി സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഈ ചിത്രത്തിൽ നമ്മുടെ ലതാ മങ്കേഷ്കർ പാടിയിരുന്നു. അപ്പോൾ ഒരു മലയാളി സംവിധായകൻ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ ലുബ്നയിൽ ആര് പാടിയിട്ടുണ്ട്? ലതാ മങ്കേഷ്കർ പാടിയിട്ടുണ്ട്. അപ്പോൾ ലുബ്ന എന്ന ഹിന്ദി സിനിമ സംവിധാനം ചെയ്ത മലയാളി ആരാണ്? കബീർ റാവുത്തർ. കൂടാതെ ഇദ്ദേഹം 1-2 മറ്റ് സിനിമകൾ കൂടി സംവിധാനം ചെയ്തിട്ടുണ്ട്. കഥ പറയും കായൽ, ഇങ്ങനെയും ഒരാൾ, പിന്നെ ഹിന്ദിയിൽ തന്നെ ലബൈക്ക. കഥ പറയും കാലം, ഇങ്ങനെയും ഒരാൾ എന്നിങ്ങനെ ചുരുങ്ങിയ ചില സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ആര്? കബീർ റാവുത്തർ. അപ്പൊ നമ്മൾ ഒന്നും അറിയാതെ പോകരുത്. ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ നമ്മുടെ PSC ചോദിക്കാറുണ്ട്, കൃത്യമായി പഠിക്കുക. അടുത്തിടെ അന്തരിച്ച ആദ്യകാല ചലച്ചിത്ര സംവിധായകനാണ് ആരാണ്? കബീർ റാവുത്തർ. എന്തിനും ഏതിനും ഒരു നമ്പർ. അപ്പോൾ ഇത് CA ഫാക്ട് അല്ല, നമ്മുടെ പത്രത്തിനകത്ത് തന്നെ വന്ന ഒരു സംഭവമാണ്. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് UIDAI. ചിലർക്കെങ്കിലും അറിയായിരിക്കും. UIDAI ആണ് നമുക്ക് എന്ത് വിതരണം ചെയ്യുന്നത്? എന്താണ് UIDAI? നമുക്ക് എന്ത് വിതരണം ചെയ്യുന്നു? നമുക്ക് എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത, ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത, പിറന്നു വീഴുന്ന ഓരോ കുട്ടിക്കും അനിവാര്യമായിട്ടുള്ള ഒന്ന് എന്താണ്? ഒരു 12 അക്ക നമ്പർ കാർഡ്. ഏതാണത്? നമ്മുടെ ആധാർ കാർഡ്. ഏതാണ്? ആധാർ കാർഡ് വിതരണം ചെയ്യുന്ന അതോറിറ്റിയാണ് UIDAI. വ്യക്തമായി പഠിച്ചിരിക്കുക. ആധാർ കാർഡ് വിതരണം ചെയ്യുന്ന അതോറിറ്റിയാണ് UIDAI. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താണ്? യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നതാണ് UIDAIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായി പഠിച്ചിരിക്കുക. ഇന്ത്യയിൽ ആധാർ വിതരണം ചെയ്യുന്ന അതോറിറ്റി ഏതാണ്? യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ UIDAI. വാട്ട് ഈസ് എ പാലിൻഡ്രോം? എന്താണ് ഒരു പാലിൻഡ്രോം എന്ന് പറയുന്നത്? അപ്പൊ നമുക്കിത് ഇതൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. ലെവൽ, LEVEL, ലെവൽ. മലയാളം, നമുക്കൊന്നും വേണ്ട, മലയാളം എന്ന വാക്ക് എക്സാമ്പിൾ ആയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ പിടിക്കും. എന്താണ് പാലിൻഡ്രോം? എന്താണ്? വലത്തുനിന്ന് പറഞ്ഞാലും ഇടത്തുനിന്ന് പറഞ്ഞാലും ഒരുപോലെ തന്നെ വായിക്കും. മലയാളം നമ്മൾ അങ്ങനെയല്ലേ? MALAYALAM മലയാളം. തിരിച്ചു പോയാലും MALAYALAM മലയാളം. ലെവൽ, മാഡം, റാഡർ, സിവിക്, ഇതൊക്കെ പാലിൻഡ്രോമിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ കൃത്യമായി പഠിച്ചിരിക്കുക. എന്താണ് പാലിൻഡ്രോം? ഇടത്തുനിന്ന് വായിച്ചാലും വലത്തുനിന്ന് വായിച്ചാലും ഒരേ വേർഡിങ് അല്ലെ, ഒരേ വാക്ക് തന്നെ വരുന്ന അക്ഷരങ്ങൾ, വാക്കുകളെയാണ് എന്തെന്ന് പറയുന്നത്? പാലിൻഡ്രോം എന്ന് പറയുന്നത്. ഇതും നമ്മുടെ വാർത്തയിൽ വന്നതാണ്. അതായത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉൾപേജുകൾ വരുന്ന സെഗ്മെന്റ് ഉണ്ടല്ലോ, അങ്ങനെ വന്നതാണിത്. എന്താണ് പാലിൻഡ്രോം? ഫുട്ബോൾ യാത്രികൻ ജെഫേഴ്സൺ കളം വിടുന്നു. ഫുട്ബോൾ യാത്രികൻ, യാത്രകൾ ചെയ്ത് ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? ജെഫേഴ്സൺ. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക കാലാവധി, അല്ലെങ്കിൽ ഔദ്യോഗികമല്ല, അദ്ദേഹത്തിന്റെ ഈ കായിക ജീവിതത്തിൽ അദ്ദേഹം ഒത്തിരി ക്ലബ്ബുകൾ മാറി കളിച്ചു. നമുക്കറിയാം, ഓരോ ക്ലബ്ബും ചിലപ്പോൾ ഓരോ രാജ്യത്തൊക്കെ ആയിരിക്കും. അങ്ങനെ ഒത്തിരി ക്ലബ്ബുകൾ മാറി കളിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഫുട്ബോൾ യാത്രികൻ, എന്താണ്, യാത്ര ചെയ്ത് ഫുട്ബോൾ കളിക്കുന്നു, ഫുട്ബോൾ യാത്രികൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഫുട്ബോൾ യാത്രികൻ എന്നറിയപ്പെടുന്ന ജെഫേഴ്സൺ കളം വിടുകയാണ്, അദ്ദേഹം വിരമിക്കുകയാണ്. ക്ലബ് കരിയറിൽ 903 മത്സരങ്ങളിൽ 293 ഗോളുകളാണ് ജെഫേഴ്സൺ ലൂയിസ് എന്ന ഇംഗ്ലീഷ് ഫുട്ബോളർ. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫുട്ബോളർ ആണ്. എന്നാൽ കളിച്ച മത്സരങ്ങളൊന്നും നേടിയ ഗോളുകളെക്കാളും താരത്തിന് പ്രശസ്തി കൊടുത്തത് ടീമുകളിലേക്കുള്ള കൂടുമാറ്റത്തിന്റെ കാര്യത്തിലാണ്. 28 വർഷം നീണ്ട കരിയറിൽ 51 തവണയാണ് അദ്ദേഹം ക്ലബ്ബ് മാറിയത്. എന്താണ്? 28 വർഷം നീണ്ട തന്റെ കരിയറിൽ 51 തവണയാണ് അദ്ദേഹം ക്ലബ്ബ് മാറിയത്. ഓരോ ക്ലബ്ബ് മാറി കളിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നത്? ഫുട്ബോൾ യാത്രികൻ. അപ്പൊ ഫുട്ബോൾ യാത്രികൻ എന്നറിയപ്പെടുന്ന ജെഫേഴ്സൺ ലൂയിസ് എന്ന ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാണ് അടുത്തിടെ വിരമിച്ചിരിക്കുന്നത്. തമിഴ്നാട് ഗവൺമെന്റ് നോട്ടീസസ് ഗ്രേറ്റർ ഫ്ലമിംഗോ സാങ്ച്വറി അറ്റ് ധനുഷ്കോടി. അപ്പോ നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റ് ഗ്രേറ്റർ ഫ്ലമിംഗോ സാങ്ച്വറി ആരംഭിക്കാൻ പോവുകയാണ്. എവിടെ? ധനുഷ്കോടിയിൽ. അപ്പോൾ അവിടെ ഒത്തിരി ഫ്ലമിംഗോസ് വരുന്നതായിട്ട് കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? ഗ്രേറ്റർ ഫ്ലമിംഗോ സാങ്ച്വറി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ കൃത്യമായി പഠിക്കുക. ഫ്ലമിംഗോ സാങ്ച്വറി നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്.
ധനുഷ്കോടിയിലാണ് ഇത് നിലവിൽ വരാൻ പോകുന്നത്. മോദി ടു ഇനാഗുറേറ്റ് കാശ്മീർ ഫസ്റ്റ് ഓൾ വെതർ റെയിൽ ലിങ്ക് വിത്ത് ഡൽഹി ടുഡേ. അപ്പൊ ഇന്ന് നമ്മുടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ് കാശ്മീരിന്റെ ആദ്യത്തെ ഓൾ വെതർ റെയിൽവേ ലിങ്ക്. അതായത് കാശ്മീരിൽ നിന്നും എല്ലായിടത്തോട്ടും പോകാൻ കഴിയുന്ന രീതിയിൽ, ഡൽഹിയിലോട്ടാണ് ആദ്യത്തെ യാത്ര, എല്ലായിടത്തോട്ടും പോകാൻ കഴിയുന്ന രീതിയിൽ ഒരു റെയിൽവേ ലിങ്ക്. നമ്മുടെ പഹൽഗാം ഭീകരാക്രമണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാശ്മീരിനെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം ഒരു സംരംഭം വരുന്നത്. അപ്പൊ മോദി ടു ഇനാഗുറേറ്റ് കാശ്മീർ ഫസ്റ്റ് ഓൾ വെതർ റെയിൽ ലിങ്ക്, എല്ലാ കാലാവസ്ഥയോടും പൊരുത്തപ്പെടുന്ന രീതിയിൽ. അത് കാശ്മീർ നമുക്കറിയാം തണുപ്പാണ്, തണുത്ത പ്രദേശമാണ്. അപ്പോൾ അവിടെ നിന്ന് വിട്ടുപോവുകയാണ്, വേറെ സംസ്ഥാനങ്ങളിലോട്ടൊക്കെ വിട്ടുപോയി ആ ഒരു ബന്ധം നിലനിർത്താൻ പോവുകയാണ്. വന്ദേ ഭാരത് സർവീസ് ടു ശ്രീനഗർ ടു ബിഗിൻ ടുമോറോ. പ്രോജക്ട്സ് എസ്റ്റിമേറ്റ് 46,000 crore to be launched. Security beefed up for PM's first visit to Jammu Kashmir since പഹൽഗാം അറ്റാക്കിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് നമ്മുടെ ജമ്മു കാശ്മീർ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, എന്താണ്, വന്ദേ ഭാരതിന്റെ സർവീസ് ആണ് ജമ്മു കാശ്മീരിൽ ആരംഭിക്കാൻ പോകുന്നത്. ഇറാനി ആൻഡ് വാവ്സോറി ക്ലിഞ്ച് മിക്സഡ് ഡബിൾസ് ടൈറ്റിൽ അറ്റ് ഫ്രഞ്ച് ഓപ്പൺ. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫ്രഞ്ച് ഓപ്പണില് മിക്സഡ് ഡബിൾസിൽ ടൈറ്റിൽ വിന്നർ ആയിരിക്കുകയാണ് ഇറാനി ആൻഡ് വാവസോറി. ആരൊക്കെയാണ്? ഇറാനി ആൻഡ് വാവസോറി. എന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇറാനി ആൻഡ് വാവസോറി. Third seeded Italian Sara Errani and Andrew Vavasori beat fourth ranked American Taylor Townsend and Evan King 6-4, 6-2 to win the mixed doubles title at the French Open on Thursday. It was their second major title together after the US Open. അപ്പോൾ കഴിഞ്ഞ US ഓപ്പണിലും മിക്സഡ് ഡബിൾസിൽ ടൈറ്റിൽ വിന്നറായ ടീമാണ് ആര്? സാറ ഇറാനി ആൻഡ് ആൻഡ്രൂ വാവസോറി. ആരൊക്കെയാണ്? സാറ ഇറാനി ആൻഡ് ആൻഡ്രൂ വാവസോറി. ഓർക്കുക, അവരുടെ രണ്ടാമത്തെ ടൈറ്റിൽ വിൻ കിരീടമാണ് ഈ ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുന്നത്. മിക്സഡിൽ സാറ ഇറാനിയും ആൻഡ്രൂ വാവസോറിയും നേടുന്ന രണ്ടാമത്തെ ടൈറ്റിൽ വിൻ കിരീടമാണ് ഫ്രഞ്ച് ഓപ്പൺ. ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം നടന്ന US ഓപ്പണിലും ഇവർ ഇത്തരം ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ട്. കൂടാതെ ഇറാനി 2024 ഒളിമ്പിക്സ് വുമൺസ് ഡബിൾസിൽ ജാസ്മിൻ പോളിനിയുടെ കൂടെ കളിച്ചിട്ടുണ്ട്. അതാണ് 2024 ഒളിമ്പിക്സ്. 2024 നമ്മുടെ പാരീസ് ഒളിമ്പിക്സിലും ഡബിൾസിൽ വിന്നറായ വ്യക്തിയാണ് ആര്? സാറ ഇറാനി. ആരോടൊപ്പം? ജാസ്മിൻ പോളിനിയോടൊപ്പം ഡബിൾസിൽ വിന്നറായ വ്യക്തിയാണ് ആര്? സാറ ഇറാനി. അപ്പൊ നമ്മൾ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റും അല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളും ഒക്കെ തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ അറിയാം, കൂടുതൽ ആനുകാലിക വാർത്തകൾ അറിയാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 2 തണ്ണീർത്തടങ്ങൾ കൂടി റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 2 തണ്ണീർത്തടങ്ങൾ കൂടി റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. രാജസ്ഥാൻ ഫലോഡിയയിലെ ഖിച്ചർ. ഏതാണ്? ഖിച്ചർ. ഫലോഡിയയിലെ ഖിച്ചർ എന്ന തണ്ണീർത്തടവും കൂടാതെ ഉദയ്പൂരിലെ മെനാർ. ഏതാണ്? മെനാർ. ഇപ്പൊ രാജസ്ഥാനിലാണ് ഖിച്ചൻ മെനാർ എന്നീ 2 തണ്ണീർത്തടങ്ങളെയാണ് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇതോടുകൂടി ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയായി? 91. അപ്പോൾ കൃത്യമായി പഠിക്കുക. 89 ആയിരുന്നു. എത്രയായി? 91. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 91. നോട്ട് എഴുതി വെച്ചിരിക്കുന്നവരെല്ലാം കൃത്യമായിട്ടും തിരുത്തി എഴുതുക. നമ്മളിത് അറിയാതെ പോയാൽ 89 തന്നെ നിൽക്കും. മാറിയിട്ടുണ്ട്. 91. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 91. 2026 2020 വനിതാ ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട്. 2026 2020 വനിതാ വേൾഡ് കപ്പിന്റെ വേദി ഇംഗ്ലണ്ടാണ്. 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡ. 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതുവരെയും ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കാനഡയിൽ നടക്കുന്ന 2025 G7 ഉച്ചകോടിയിലേക്ക് ഇതുവരെയും നമ്മുടെ രാജ്യത്തിന്റെ ക്ഷണം ലഭിച്ചിട്ടില്ല. ക്ഷണിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. GSDP, അതായത് നമ്മുടെ സംസ്ഥാന GDP, അതാണ് GSDP. എന്താണ്? സംസ്ഥാന GDP. എല്ലാ സംസ്ഥാനങ്ങൾക്കും GDP കണക്കാക്കുന്നുണ്ട്. സംസ്ഥാന GDPയിൽ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഏത്? മഹാരാഷ്ട്ര.
സംസ്ഥാന GDPയിൽ ഏറ്റവും സമ്പന്ന സംസ്ഥാനമായി മാറിയിരിക്കുന്നു മഹാരാഷ്ട്ര. കേരളത്തിന്റെ സ്ഥാനം 11 എത്രയാണ്? 11. കേരളത്തിന് 11ാം സ്ഥാനമാണ്. ഇനി നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. റിവിഷനിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുള്ള ആഴക്കടൽ ദൗത്യം ഏതാണ്? സമുദ്രയാൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്ന് റിവൈൻഡ് ചെയ്യുക എല്ലാവരും. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആഴക്കടൽ ദൗത്യമാണ് സമുദ്രയാൻ. സമുദ്രയാൻ. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യ വികസിപ്പിച്ച പുതിയ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. ഭാർഗവാസ്ത്ര. ഡ്രോണുകളെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യ വികസിപ്പിച്ച പുതിയ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. സത്യജിത് റേ ഗോൾഡൻ പെൻ ബുക്സ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ലാലി രംഗനാഥ്. ആരാണ്? ലാലി രംഗനാഥ്. കഴിഞ്ഞ ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ ഏത് പുസ്തകമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓർമ്മയുള്ളവർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓർമ്മയില്ലാത്തവരും കൂടെ ഒന്ന് ഓർത്തെടുക്കട്ടെ. അപ്പൊ ലാലി രംഗനാഥിന്റെ ഏത് പുസ്തകമാണ് സത്യജിത് റേ ഗോൾഡൻ പെൻ ബുക്സ് അവാർഡിന് അർഹമായത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ഇറ്റാലിയൻ ഓപ്പൺ കിരീട ജേതാവ് ആരാണ്? ഇറ്റാലിയൻ ഓപ്പൺ കിരീട ജേതാവ് കാർലോസ് അൽക്കാരസ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നിലവിലെ ഫ്രഞ്ച് ഓപ്പൺ കിരീട ജേതാവ്, അതായത് 2024 ഫ്രഞ്ച് ഓപ്പൺ കിരീട ജേതാവും ആര് തന്നെയാണ്? കാർലോസ് അൽക്കാരസ് തന്നെയാണ്. ഫ്രഞ്ച് ഓപ്പൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ് ഇതുവരെ ആയിട്ടില്ല. നമ്മളൊരു മിക്സഡ് ഡബിൾസ് നമ്മൾ പറഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ വിജയികളെ നമുക്കറിയാം. അന്താരാഷ്ട്ര കോടതിക്ക് ബദലായി ചൈനയുടെ നേതൃത്വത്തിൽ നിലവിൽ വരുന്ന പുതിയ സംഘടന ഏതാണ്? IOMED. നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. IOMED. അന്താരാഷ്ട്ര കോടതിയാണ്. അന്താരാഷ്ട്ര കോടതിക്ക് ബദലായി ചൈനയുടെ നേതൃത്വത്തിൽ നിലവിൽ വരുന്ന പുതിയ സംഘടനയാണ് IOMED അഥവാ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ. GI ടാഗ് നേടുന്ന ആദ്യ വനോൽപ്പന്നം നിലമ്പൂർ തേക്ക്. GI ടാഗ് നേടുന്ന ആദ്യത്തെ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് ദിയു ആണ്. നമുക്ക് സൗരോർജം വെച്ചിട്ട് ഒരുപാട് CA ഫാക്ട് വരുന്നുണ്ട്. അപ്പം ഒന്നും നമുക്ക് മാറിപ്പോകരുത്, കൃത്യമായിട്ടും പഠിക്കുക. സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ജില്ലയായി മാറിയത് ദിയു. അപ്പൊ റിവിഷനും കഴിഞ്ഞു. ഇനി കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നിലവിലെ കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി? ഓപ്ഷൻ A അമിത് ഷാ, B വീരേന്ദ്രകുമാർ, C വീരേന്ദ്ര സിംഗ്, D രാജേന്ദ്ര സിംഗ്. അപ്പോൾ ഇതിൽ നമുക്ക് ആരെ ഒഴിവാക്കാം? അമിത് ഷായെ ഒഴിവാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആഭ്യന്തര മന്ത്രിയാണ് അമിത് ഷാ. അപ്പോൾ അമിത് ഷായെ നമുക്ക് സന്തോഷപൂർവ്വം നമുക്ക് ഒഴിവാക്കാം. അമിത് ഷാ അല്ല. ഇനിയുള്ളത് വീരേന്ദ്രകുമാർ, വീരേന്ദ്ര സിംഗ്, രാജേന്ദ്ര സിംഗ്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആണ്. കാര്യം 2 സിംഗ് ഉണ്ട്. ഇതിൽ ഏത് സിംഗും ആകാം. 2 വീരേന്ദ്രനും ഉണ്ട്. ഇനി കുമാർ ആണോ സിംഗ് ആണോ എന്നാണ് നമ്മുടെ ഡൗട്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ എല്ലാവരും കമന്റ് ചെയ്യുക. നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ B വീരേന്ദ്രകുമാർ. വീരേന്ദ്രകുമാർ ആണ് നിലവിലെ കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കാര്യം നമ്മൾ ഏത് ന്യൂസിലായിരുന്നു? ഇനി വരും വർഷങ്ങൾ 2047 ആകുമ്പോൾ മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പുതിയ പദ്ധതിയൊക്കെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നമ്മളൊക്കെ ഏകദേശം വയസ്സാവും. നമ്മൾ മുതിർന്ന പൗരനാകത്തില്ല, എന്നാലും ഏകദേശമൊക്കെ വയസ്സാവും. അപ്പോൾ വീരേന്ദ്രകുമാർ ആണ് നമ്മുടെ നിലവിലെ കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം, ഇനിയും ഒരു മന്ത്രിയാണ്, കേന്ദ്രം വേണ്ട സംസ്ഥാനം. നിലവിലെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ആര്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിലവിലെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A M സ്വരാജ്, B P പ്രസാദ്, C ശിവൻകുട്ടി, D ഇവരാരുമല്ല. അപ്പൊ ഇവരാരുമല്ലേ? അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ആണോ? ആരാണ് നമ്മുടെ നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി? എല്ലാവരും കമന്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള സമയമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ B P പ്രസാദ്. P പ്രസാദ് ആണ് നിലവിലെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി. Prior to their 2025 French Open victory, which other major title had Sara Errani and Andrew Vavasori won together? 2025 ഒരുമിച്ചുള്ള, അതായത് ഫ്രഞ്ച് ഓപ്പൺ
മിക്സഡ് ഡബിൾസിലെ വിജയത്തിന് മുൻപ് അവർ ഒരുമിച്ച് സാറ ഇറാനിയും ആൻഡ്രൂ വോവസോറിയും ഒരുമിച്ച് മറ്റൊരു കിരീടം നേടിയിട്ടുണ്ട്, ഒരു ടൈറ്റിൽ വിന്നർ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏതെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഓപ്ഷൻ എ വിംബിൾഡൺ, ബി ഓസ്ട്രേലിയൻ ഓപ്പൺ, സി US ഓപ്പൺ, ഡി ഇറ്റാലിയൻ ഓപ്പൺ. അപ്പോൾ ഏതാണെന്ന് നമുക്കറിയാം. സാറ ഇറാനിയും ആൻഡ്രൂ വോവസോറിയും കഴിഞ്ഞ വർഷം ഏത് ടൈറ്റിൽ വിന്നറാണ് ആയത്? ഏതായിരുന്നു? ഓപ്ഷൻ സി US ഓപ്പൺ ടൈറ്റിൽ വിന്നർ, മിക്സഡ് ഡബിൾസിൽ വിന്നർ ആയിരുന്നു സാറ ഇറാനിയും ആൻഡ്രൂ വോവസോറിയും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് അടുത്ത ദിവസത്തെ കറണ്ട് അഫയേഴ്സ് വാർത്തകളുമായി വീണ്ടും കാണാം. താങ്ക്